നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതെ, ബസ് നമ്പർ അത് തന്നെ. കണ്ടക്ടറിന്റെ പേരെന്താ? ലാലു. ആ ശരി, അയാളുടെ നമ്പർ എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരാം. രഞ്ജിനിജി, ബി ബോൾഡ്. കരയല്ലേ മോളെ? ജില്ലാ മജിസ്ട്രേറ്റ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. എന്തായി രഞ്ജിനിജി? സോഫാർ പാനിക് ആവേണ്ട സിറ്റുവേഷൻ ഒന്നുമില്ല. മീൻപാറയ്ക്കുള്ളൊരു ബസ്സിൽ കുട്ടികൾ കയറിപ്പോയതായിട്ട് CCTV വിഷ്വൽസിൽ വ്യക്തമായിട്ടുണ്ട്. മീൻപാറയിലേക്കോ? യെസ് ശാലിനി. ആസ് യു നോ, ഒരു ഹിൽ സ്റ്റേഷനാണത്. ബസ് മീൻപാറയിലേക്കാണെങ്കിലും കുട്ടികൾ ഇടയ്ക്ക് ഇറങ്ങാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞിട്ടില്ല. ബസ് ഫോളോ ചെയ്യാൻ പോലീസിന് സന്ദേശം കൈമാറിയിട്ടുണ്ട്. പിന്നെ ഒരു റിസ്ക് ഏരിയ ഉള്ളത് മീൻപാറയിലെ ഫോറസ്റ്റ്. യെസ്, മീൻപാറയിൽ ബസ് ഇറങ്ങിയാലും കുട്ടികൾക്ക് അങ്ങനൊരു ബുദ്ധിമോശം തോന്നാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇറ്റ്സ് എ ഡേഞ്ചറസ് പ്ലേസ്. നരഭോജികളായ കടുവകളും ചോരക്കൊതിയന്മാരായ ഹിംസ ജന്തുക്കളും ഒക്കെ വിഹരിക്കുന്ന സ്ഥലം. രഞ്ജിനിജി, എനിക്ക് ഉടനെ അവിടെ എത്തണം. മീൻപാറയില് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ശാലിനി. പോലീസ്. രഞ്ജിനിജി പ്ലീസ് പ്ലീസ്. ശരി ശാലിനി, പേടിക്കണ്ട. കുട്ടികൾക്ക് ആപത്തൊന്നും ഉണ്ടാവില്ല. അന്വേഷണ ചുമതല എനിക്കാ, മനസ്സിലായില്ലേ? എനിക്കറിയാം രഞ്ജിനിജി. രഞ്ജിനിജി, കാണാതായ രണ്ടാമത്തെ കുട്ടി സത്യാമ്മയുടെ കൊച്ചുമകളാണ്. അത് ആരാണെന്ന് മനസ്സിലായല്ലോ? മനസ്സിലായി. അന്വേഷണ പുരോഗതി ഞാൻ അറിയുന്നത് പോലെ തന്നെ അവരും അറിഞ്ഞിരിക്കണം. അവർക്കൊരു ആശങ്കയ്ക്ക് ഇട കൊടുക്കരുത്. അതെനിക്ക് മനസ്സിലായെന്ന്. നഹാസ് മാഡം, സബ് ഇൻസ്പെക്ടർ നഹാസ് ആണ് ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ചുമതല ഞാൻ നഹാസിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അനു, ബന്ധപ്പെട്ട ഫോൺ നമ്പറുകൾ നഹാസിന് കൊടുക്കണം. ശരി മാഡം. എന്നാ ഞാൻ ഇറങ്ങട്ടെ രഞ്ജിനിജി. ശാലിനി, ഒറ്റയ്ക്കല്ല, പോലീസ് ഫോഴ്സ് മുഴുവനും ഒപ്പമുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.